എനിക്ക് സ്കൂളിൽ നിന്നിട്ട് ട്രോഫി നോക്കമ്മേ. അങ്ങോട്ട് മാറിക്കടി, ഒരു കാര്യത്തിന്റെ ഇടയ്ക്ക് അവള് ട്രോഫി. അയ്യോ എന്റെ ട്രോഫി, ഞാൻ എത്ര സന്തോഷത്തോടെ അമ്മ കാണിച്ചത്, എന്നിട്ട് അമ്മ നോക്കി പോലും ഇല്ല. അച്ഛാ അച്ഛാ, എനിക്ക് സ്കൂളിൽ നിന്നിട്ട് ട്രോഫി നോക്കച്ചാ. അങ്ങോട്ട് മാറിക്കടി, ആനക്കാര്യത്തിന്റെ ഇടയ്ക്ക് അവരുടെ ഒരു സേനക്കാര്യം. അവളൊരു അത്യാവശ്യപ്പെട്ട എന്തെടുക്കുവാ? ആഹാ, ഇതല്ലേ അപ്പൊ കാര്യം. എന്താണ് ഈയിടെയായിട്ട് വല്ല ഒരുക്കമൊക്കെ? കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ ഒരുക്കം അങ്ങോട്ട് കൂടുന്നുണ്ട്. താനെന്തോ പറഞ്ഞ? തനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നാ? മനസ്സിലായ കേമായി പോയി. ഞാനേ എനിക്ക് ഇഷ്ടമുള്ളത് പോലൊക്കെ ചെയ്യും. താനാരാ ചോദിക്കാൻ? നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടിമയൊന്നുമില്ല ഞാൻ. എടി ധിക്കാരി, ആഹാ നീ അത്രക്കായോടി. ഇന്നത്തോടെ നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. നിങ്ങൾ എന്നെ തല്ലിയില്ലേ, ഇതോടെ നിങ്ങളുടെ പുറകെ ഞാൻ അവസാനിപ്പിക്കും. ഇനി നമുക്ക് കോടതി വെച്ച് കാണാം. അതെ, അവിടെ ഒന്ന് നിന്നെ. കുറച്ചു കാലമായി ഞാനും ആലോചിക്കുന്നു, നമുക്ക് ഡിവോഴ്സിൽ ഒപ്പിട്ട് പിരിയാം. പക്ഷെ ഒരു കാര്യം, മോളൂട്ടിയെ ഞാൻ എടുക്കും. ചത്താലും മോളൂട്ടിയെ ഞാൻ എടുക്കും. എന്നാ നീ തന്നെ എടുത്തോ, ആർക്ക് വേണം അസത്തിനെ? ഓഹോ, നിങ്ങളുടെ മനസ്സിന് പിന്നായിരുന്നല്ലേ, നിങ്ങൾ തന്നെ എടുത്തോ നിങ്ങളുടെ പൊന്നാര മോളെ. അയ്യോ, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റി? ഇനി അവര് തിരിച്ചു വരുവോ ദൈവമേ? ഈ ഡിവോഴ്സ് എന്ന് വെച്ചാ എന്താ ദൈവമേ? എനിക്ക് ബാഗൊക്കെ വാങ്ങിച്ചു തരുന്നത് ആരാ? എന്നെ സ്കൂളിലൊക്കെ കൊണ്ടുവിടുന്നത് ആരാ?